Bismillahirrahmanirrahim. Ya ayyuhan nas ittaqu rabbakumul ladzi khalaqakum min nafsin wahidah وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇന്നത്തെ ചടങ്ങിലെ മുഖ്യാതിഥി ബഹുമാന്യനായ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ജനാബ് ആര്യാടൻ മുഹമ്മദ് സാഹിബ് അവറുകളെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കുടുംബസമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ എ പി കുഞ്ഞിക്കോയ സാഹിബ് അവറുകളെ, സദസ്സിലുള്ള സ്റ്റേജിലുമുള്ള കുടുംബസമിതി ഭാരവാഹികളെ, അംഗങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കരുവന്തുരുത്തിയിലെ പുരാതനവും കുലീനവുമായ പുളിക്കത്തായത്ത് കുടുംബസമിതിയുടെ രണ്ടാമത്തെ കുടുംബസംഗമം ഇന്ന് ഇവിടെ നടക്കുകയാണ്. നേരത്തെ പ്രസിദ്ധീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് നേരത്തെ നമ്മുടെ പരിപാടി തുടങ്ങേണ്ടി വന്നു എന്നതുകൊണ്ട് മുഴുവൻ പേർക്കും ഉദ്ഘാടന സമയത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നതിൽ വളരെയധികം ഖേദമുണ്ട്.
ബഹുമാനപ്പെട്ട മന്ത്രി അവർക്ക് പെരിന്തൽമണ്ണയിലെ ഒരു ചടങ്ങിൽ അത്യാവശ്യമായി സംബന്ധിക്കേണ്ടതുകൊണ്ട് പരിപാടി അല്പം നേരത്തെ ആക്കുകയാണ് ഉണ്ടായത്. ബഹുമാനരായ കുടുംബാംഗങ്ങൾ അത് സദയം ക്ഷമിക്കണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. 2009 ജനുവരി 26 പുളിക്കത്തായത്ത് കുടുംബസമിതി രൂപം കൊണ്ടത്. ഇന്ന് അതിൻ്റെ 2ാമത്തെ കുടുംബസംഗമം ഇവിടെ നടക്കുകയാണ്. കുടുംബസംഗമങ്ങൾ സർവ്വസാധാരണയാണ്. അവയിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായി ഏത് ഏരിയയിലാണോ കൂടുതൽ സ്ട്രെസ് നൽകേണ്ടത് അവിടെ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് പുളിക്കത്തായത്ത് കുടുംബസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കുടുംബ ബന്ധം കൂട്ടി ഇണക്കുന്നതിൽ സജീവമായ പങ്ക് വഹിക്കാൻ ഈ കുടുംബസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. സർവശക്തൻ ഇത് തുടർന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിർവഹിക്കുന്നതും ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് സാഹിബ് അവർകളാണ്. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എന്നതിലപ്പുറം നമ്മുടെ നൗഞ്ഞിയിൽ തറവാട്ടിലെ ഉമ്മു താത്തയുടെയും മോങ്ങത്ത് മൂസാപ്പ് ഹാജിയുടെയും മകളുടെ ഭർത്താവ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവാണ് ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് സാഹിബ് എന്നത് നമുക്ക് വളരെയധികം സന്തോഷകരമാണ്. ഈ കുടുംബസമിതിക്ക് വേണ്ടി ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആദരണീയനായ ജനാബ് ആര്യാടൻ മുഹമ്മദ് സാഹിബിനെ ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ AP കുഞ്ഞിക്കോയ സാഹിബ് അവറുകളാണ്. കുടുംബസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ബഹുമാനപുരസ്സരം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ ഡയറക്ടറി ഏറ്റുവാങ്ങുന്നത് ജനാബ് AP അബ്ദുൽ കരീം സാഹിബ് അവറുകളാണ്. ആപ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ജനാബ് AP അബ്ദുൽ കരീം സാഹിബ് നമ്മുടെ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പുളിക്കത്തായത്ത് മൊയ്തീൻ കുഞ്ഞി ഹാജിയുടെ മകൾ ഉമ്മുവിൻ്റെ ഭർത്താവ് പരേതനായ കോയ സാഹിബിൻ്റെ അനിയനാണ് ബഹുമാന്യനപ്പ AP അബ്ദുൽ കരീം ഹാജി സാഹിബ്. ഈ ഡയറക്ടറി പ്രകാശനം ഏറ്റുവാങ്ങുന്ന ഈ ചടങ്ങിൽ എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റിലീഫ് വിതരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഫറൂഖ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും നമ്മുടെ കരുവന്തുരുത്തി പ്രദേശത്തുകാരനായ ജനാബ് KT അബ്ദുൽ മജീദ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്റ്റേജിലുള്ള നമ്മുടെ കുടുംബത്തിലെ കാരണവരായ ബഹുമാന്യനായ KM ഇമ്പിച്ചു ബാവാജി അവരുകളെയും ബഹുമാന്യനായ മൂസാപ്പ് ഹാജി സാഹിബ് അവരുകളെയും AP അബൂബക്കർ സാഹിബിനെയും AP കുഞ്ഞു സാഹിബിനെയും AP ബാപ്പുട്ടി ഹാജി AP ബാവു ഹാജി AP അബ്ദുറഹ്മാൻ കുട്ടി PV ഷൗക്കത്ത് അലി തുടങ്ങി സ്റ്റേജിലുള്ള മുഴുവൻ അംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ കുടുംബസമിതിയുടെ ഈ സംഗമം വിജയപ്രദമാകുന്നത് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും സഹകരണവും പങ്കാളിത്തവും കൊണ്ടാണ്. വളരെ നേരത്തെ തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിക്കേണ്ടി വന്നിട്ട് പോലും പരമാവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ചടങ്ങ് സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ കുടുംബസമിതി അംഗങ്ങളെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി കുടുംബസമിതിയുടെ പ്രസിഡന്റ് ജനാബ് ഡോക്ടർ AP കുഞ്ഞിക്കോയ സാഹിബ് അവരുകളെ സാദരം ക്ഷണിക്കുന്നു. നന്ദി. അധ്യക്ഷൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായ പുളിക്കത്തായത്ത് കാരണവന്മാരെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഈ കുടുംബസംഗമം വാസ്തവത്തിൽ വളരെയധികം മാതൃകാപരമായ ഒന്നായി ഞാൻ കാണുകയാണ്. ഞാൻ ദീർഘിച്ചൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് വളരെ പെട്ടെന്ന്
പെരിന്തൽമണ്ണയിൽ എത്തേണ്ടതുകൊണ്ട് ഞാൻ ചുരുക്കി മാത്രം 1-2 കാര്യം പറയുന്നുള്ളൂ. ഈ കുടുംബസംഗമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കുടുംബം ഒരു പുരാതന കുടുംബം, കുലീനത്വമുള്ള കുടുംബം. ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ആ കുലീനത്വം നിലനിർത്താൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ വളരെയധികം പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ പക്ഷം. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ രാജ്യം ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ രാജ്യം മാത്രമല്ല, ഇന്ന് സയൻസും ടെക്നോളജിയും വളരെയധികം ഉയർന്ന് വരികയാണ്, വളരെ ഡെവലപ്പ് ചെയ്തു. ഈ ഡെവലപ്മെൻറ്റിനെ കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെ ചില ദോഷങ്ങളുമുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു കാര്യം പ്രധാനമായി ഞാൻ കാണുന്നത്, ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഫലം വളരെയധികം കുടുംബ ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു എന്നത്. കുടുംബ ബന്ധമാണെങ്കിലും അയൽബന്ധമാണെങ്കിലും ഏത് ബന്ധങ്ങളാണെങ്കിലും ആ ബന്ധങ്ങൾ കൂട്ടി ഇണക്കുന്നത് പരാശ്രയമാണ്. പണ്ടുകാലത്തുള്ള വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം, ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം പിന്നീട് കുറഞ്ഞു വരുന്നു. ഒരു ഉദാഹരണമായി നമുക്ക് കാണാം. ഞാൻ എൻ്റെ കാലം തന്നെ എടുക്കാം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ വിശറി കൊണ്ട് വീശി തന്നാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഉമ്മ എന്നെ ഉറക്കുന്ന കാര്യത്തിൽ ഉമ്മയോടുള്ള എൻ്റെ ബന്ധം ഭയങ്കരമായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരിച്ച് ആ വെള്ളം ഉമ്മ ഒഴിച്ചുകൊണ്ട് തന്നാണ് ഞാൻ കുളിച്ചിരുന്നത്. അങ്ങനെ ഓരോ കാര്യം നോക്കിയാൽ അങ്ങനെയാണ്. ഇന്ന് മാറി. എൻ്റെ മക്കൾ വന്നപ്പോൾ അവർക്ക് വിശറി കൊണ്ട് വീശിക്കൊടുക്കേണ്ടി വന്നില്ല. അവർ സ്വയം ഫാൻ ഓൺ ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ കടന്നാണ് വളർന്നത്. അവർ കുളിക്കാൻ പൈപ്പ് തുറന്ന് അങ്ങനെയാണ് കുളിച്ചത്. എൻ്റെ ഭാര്യ അവരെ കുളിപ്പിക്കേണ്ടി വന്നില്ല, വളരെ കുറച്ചും. എൻ്റെ മക്കൾ ഫാനിൻ്റെ ചുവട്ടിലാണെങ്കിൽ എൻ്റെ മക്കളുടെ മക്കൾ വളർന്നത് AC റൂമിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വ്യത്യാസം, അവർക്ക് ആ ബന്ധം കുറയുന്നു എന്നതാണ്. അതുകൊണ്ട് മന്ദസ് ഭയപ്പെടുന്നും വേണ്ട. ഈ ബന്ധം ഇങ്ങനെ ഇതൊക്കെ ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിനെ ആശ്രയിച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ പരാശ്രയമാണ് ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നത്. ഇപ്പോൾ അയൽവാസികളാണെങ്കിൽ തന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ അയൽവാസികൾ ഒരു വീട്ടിൽ ഒരു കല്യാണമുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്ന് അവിടെ അവരുടെ വീട്ടിലെ മുളയും പരമ്പും എല്ലാം കൊണ്ടുവന്ന് അവരും കൂടി എല്ലാം കൂടി കൂട്ടായി ആണ് ആ പന്തലിൻ്റെ പണിയും അവരുടെ വീടുകളിലെ ബെഞ്ചുകളാണെങ്കിലും കസേലയാണെങ്കിലും എല്ലാം കൊണ്ടുവരുന്നൊരു ബന്ധം ഭയങ്കരമായിരുന്നു. അവിടെയൊക്കെ ഒന്ന് ചാണകം തെളിച്ച് അടിച്ച് കൊട്ടോടി എടുത്ത് അടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നത് പോയി ഉടനെ തന്നെ ഫോൺ ചെയ്താൽ അല്ലെങ്കിൽ ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു ഹാള് അവിടെ പോയി കല്യാണം നടത്തുന്നു, ഒരാളുടെ സഹായവും വേണ്ട. അതുപോലെ തന്നെ മരിച്ചാൽ മുമ്പ് അതുപോലെയാണ്. ഉടനെ അടുത്ത വീട്ടുകാരൊക്കെ വന്ന്, ഇപ്പോൾ അത് വേണ്ട. ഉടനെ ഫോൺ ചെയ്താൽ ഒരു പന്തലിനുള്ള ഇതും കസാല കാര്യങ്ങളൊക്കെ എത്തി. അപ്പോൾ ഈ ബന്ധങ്ങൾ കുറയുന്നു എന്നതാണ്. അത് അയൽവാസികളുള്ള ബന്ധം കുറയുന്നു, കുടുംബ ബന്ധം കുറയുന്നു. ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ മുമ്പ് കാലത്തേക്കാൾ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇത് മാതൃകാപരമാണ്. ഈ കുടുംബ ബന്ധം ഉറപ്പിക്കുക എന്നുള്ളത് യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട.
അതുകൊണ്ട് അതിന് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഏതായാലും ഇത്തരത്തിൽ ഒരു സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ ഈ കുടുംബത്തെ ഞാൻ അങ്ങേ അറ്റം പുകഴ്ത്തുകയാണ്. ഈ കുടുംബവുമായി എനിക്കും ബന്ധമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി എൻ്റെ മകൻ്റെ ഭാര്യയുടെ അമ്മയുടെ കുടുംബമാണ്. ഇത് കുലീനത്വമുള്ള കുടുംബമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ സംഗമം. യാതൊരു സംശയവുമില്ല. ഈ കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. ഡയറക്ടറെ പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനുമായ ശ്രീ ആര്യാടൻ മുഹമ്മദ് അവറുകളാണ്. ഡയറക്ടറെ ഏറ്റുവാങ്ങുന്നത് ജനാബ് AP അബ്ദുൽ കരീം ഹാജിയാണ്. അതിനുവേണ്ടി രണ്ടുപേരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്, ജീവനകലയും മറ്റു എൻ്റർടൈൻമെൻ്റ് എല്ലാം മനുഷ്യന് ടെൻഷൻ കുറക്കാൻ വേണ്ടിയുള്ളതാണ്. അതിലുപരി ഇത്തരം കുടുംബ സംഗമങ്ങൾ മതപരമായ ചിട്ടയിൽ തന്നെ കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നത് ഇസ്ലാമികപരമായി വളരെ മഹത്വമുള്ള കാര്യമാണ്. ഇവിടുത്തെ ഖിറാത്ത് ഓതിയ സമയത്ത് തന്നെ ആ ഓതിയ ഖുർആൻ സൂക്തം അത് വെളിവാക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമികപരമായി ആ ബന്ധം നിലനിർത്താൻ, ടെൻഷൻ റിലീസ് ചെയ്യാൻ, ടെൻഷൻ ആശ്വാസം നൽകാൻ ഇത്തരം സംഗമങ്ങൾ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. അതുപോലെ അതോടൊപ്പം തന്നെ ഇതോടനുബന്ധിച്ച് ഇറക്കിയ ഡയറക്ടറി ആരൊക്കെയാണ് കുടുംബാംഗങ്ങൾ, അവരെങ്ങനെ അവർ ബന്ധപ്പെടണമെന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് മറ്റുള്ള കുടുംബ സംഗമങ്ങളിൽ നിന്ന് വിഭിന്നമായി തന്നെ അത് വേറിട്ട് നിൽക്കും. ചടങ്ങിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇത് വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വിദ്യുശക്തി മന്ത്രി ആര്യാടൻ സാഹിബ് അവറുകൾ, പ്രിയം നിറഞ്ഞ കുടുംബത്തിലെ കാരണവന്മാരെ, ആപ്കോ മാനേജർ കരീം സാഹിബ് അവറുകളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് അബ്ദുൽ മജീദ് അവറുകളെ, കർമ്മോത്സരായ കുടുംബസമിതി ഭാരവാഹികളെ, സദസ്സിലെ എൻ്റെ പ്രിയ നിറഞ്ഞ കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും. കരുവന്തിരുത്തി പുളിക്കത്തായത്ത് കുടുംബസമിതിയുടെ രണ്ടാം സംഗമത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരു പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കുടുംബങ്ങളെ വാർത്തെടുക്കുകയും പൂർവികർ കാണിച്ചു തന്ന മാർഗങ്ങൾ അവലംബിച്ച് കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും ഒരുമയും നിലനിർത്തുകയും അതുവഴി സമൂഹത്തിലേക്ക് പടർത്തി ഒരു ഉത്തമ സമൂഹം കെട്ടിപ്പടുക്കുവാൻ സഹായമാകുന്ന വലിയ ലക്ഷ്യത്തോടെയാണ് പുളിക്കത്തായത്തെ കുടുംബസമിതിക്ക് രൂപം കൊടുത്തത്. അതൊരളവോളം വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. കാർഷിക വൃത്തിയിൽ ജീവിതമാർഗമാക്കിയ നമ്മുടെ മൺമറഞ്ഞ കാരണവന്മാർ, കച്ചവടവും കൃഷിയുമായി നടന്ന നമ്മുടെ കാരണവന്മാർ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. വ്യക്തി ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിച്ച വിശുദ്ധി,
പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാനും തങ്ങളുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചെത്തുന്ന വ്യക്തിപരമായ ലാഭം നോക്കാതെ സഹായിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ മാതൃക കാണിച്ചു കൊടുത്തവരാണ് നമ്മളെ കാരണവന്മാർ. ഇന്നത്തെ ആ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലാഭം ആഗ്രഹിക്കാതെ എല്ലാ കാര്യങ്ങളും നല്ല നിലക്ക് പാവങ്ങൾക്ക് ചെയ്തു കൊടുത്ത ആ കുടുംബസമിതിയിലെ അംഗങ്ങളാണ് ഞങ്ങൾ. അപ്പോൾ അവരെപ്പറ്റി ഓർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്മരിക്കുന്നത് നന്നായിരിക്കും. പുള്ളിക്കത്തായത്തെ കുടുംബം ഒരു പൗരാണിക കുടുംബമാണെങ്കിലും അന്തസ്സും അഭിമാനത്തോടു കൂടി ജീവിച്ചു വളർന്ന അവരുടെ മക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ തലമുറക്ക് പകർന്നു കൊടുക്കുകയാണ് വിവിധ പ്രവർത്തനങ്ങളുടെ ഈ കുടുംബസമിതി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കരുവന്തിരുത്തിയിൽ മാത്രമല്ല, കുടുംബാംഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രചോദനം നൽകുകയും അത് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പുരോഗതിക്കും മതേതരത്വം നിലനിർത്തുവാനും സഹായമാവുന്നു എന്നുള്ള ഈ കുടുംബസമിതിയുടെ പ്രവർത്തനത്തിൻ്റെ വലിയ മേന്മയായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. ഒന്നാമത് സുഖമില്ലാത്തതുകൊണ്ട് ആര്യാട് മുഹമ്മദ് സാഹിബാറുകൾ നമുക്ക് നല്ല ഉപദേശം തന്ന് അദ്ദേഹം വേറൊരു പെരിന്തൽമണ്ണയിലെത്താൻ വേണ്ടി പോയി. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് കുടുംബസമിതി പ്രവർത്തകന്മാർ, കുടുംബസമിതി കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞാൻ എൻ്റെ സ്വന്തം പേരിലും പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പുലിക്കത്തായത്ത് കുടുംബത്തിനെ പറ്റിയുള്ള ഒരു ഹർഷമായ ചെറിയൊരു വിവരണമാണ് ഇവിടെ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഓട് വ്യവസായത്തിന് പേര് കേട്ട ഫറോക്ക് പഞ്ചായത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് കരുവന്തിരുത്തി. 3 ഭാഗം പുഴയും കിഴക്കു ഭാഗം ഫറോക്ക് റെയിൽവേ ലൈനും ഈ പ്രകൃതി സുന്ദരമായ ഗ്രാമത്തെ ഒരു തുരുത്താക്കി മാറ്റി. ഫറോക്കിലെ അണ്ടർവേയും കരുവന്തിരുത്തി ചാലിയം പാലവുമാണ് പ്രദേശം പുറം ലോകവുമായി ബന്ധപ്പെടുന്നത്. കരുവന്തിരുത്തിയിലെ പുരാതനവും കുലീനവുമായ കുടുംബമാണ് പുലിക്കത്തായത്ത് കുടുംബം. 19-ാം നൂറ്റാണ്ടിൽ കരുവന്തിരുത്തിയിൽ സ്ഥിരതാമസമായിരുന്നു. അഹമ്മദ് കുട്ടി ഭാര്യ ഖദീജക്കുട്ടി എന്നവർക്ക് 5 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. കൊടക്കാട്ടകത്ത് പുത്തൻ പീഡിയക്കൽ KP മുഹമ്മദ് കോയ ഹാജി, KP കുഞ്ഞിപ്പോക്കർ കുട്ടി ഹാജി, KP ഇമ്പിച്ച് കോയ ഹാജി, KP അബൂബക്കർ കുട്ടി ഹാജി, KP കുട്ടിക്കോയ, KP ബിച്ച് ബീവി, KP ഇമ്പിച്ച് ഹാജി, KP അബൂബക്കർ കുട്ടി ഹാജി എന്നീ സഹോദരന്മാരാണ് കരുവന്തിരുത്തിയിൽ സ്ഥിരതാമസമാക്കിയത്. KP മുഹമ്മദ് കോയ ഹാജി എന്ന ബാവഹാജി പരപ്പനങ്ങാടി പുതിയകത്ത് പാത്തുക്കുട്ടി എന്നിവരെ കല്യാണം കഴിച്ചു. അവിടെ തന്നെ സ്ഥിരതാമസമാക്കി. KP കുഞ്ഞിക്കോയ എന്നിവർ കല്യാണം പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയുണ്ടായി. KP ബീക്കുട്ടി, KP ബിച്ചി ബീവി എന്നിവർ സഹോദരിമാരായിരുന്നു. പുലിക്കത്തായത്ത് കുടുംബസമിതിയിൽ മേൽപ്പറഞ്ഞ അഹമ്മദ് കുട്ടി എന്നിവരുടെ എല്ലാ സന്തത പരമ്പരയിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി കരുവന്തിരുത്തിയിൽ സ്ഥിരതാമസമാക്കിയ KP കുഞ്ഞിപ്പോക്കർ കുട്ടി ഹാജി, KP ഇമ്പിച്ച് കോയ ഹാജി, KP അബൂബക്കർ കുട്ടി ഹാജി എന്നീ 3 സഹോദരന്മാരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തിയാണ് പുലിക്കത്തായത്ത് കുടുംബസമിതി രൂപീകരിച്ചത്. കരുവന്തിരുത്തിയിലെ മദ്രസകൾ, പള്ളികൾ, യത്തീംഖാന തുടങ്ങിയ എല്ലാ ദീനി സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സ്ഥാപിക്കുന്നതിലും പരിപാലിച്ച് നടത്തി പോരുന്നതിലും ഓരോ കാലത്തെ കുടുംബസമിതി കാരണന്മാരും അംഗങ്ങളും നിശ്ചിതമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വ്യക്തിജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതിനും ജീവിതോപാധി നൽകുന്നതിലും മാതൃകയായിരുന്ന സഹോദരന്മാർ അവിടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന് അഭിമാനം കൊള്ളുന്ന 500-ൽ പരം അംഗങ്ങളാണ് കുടുംബസമിതിയിലുള്ളത്. വലിയ പാണ്ടിയിൽ തേങ്ങാക്കൊപ്ര കച്ചവടം നടത്തി KP ഇമ്പിച്ച് കോയ ഹാജി, KP അബൂബക്കർ കുട്ടി ഹാജി എന്നിവർ മാതൃകാ സഹോദരന്മാരായി ചരിത്രം രേഖപ്പെടുത്തിയതാണ്.
പുളിക്കത്തായത്തും പാലയിലും ഉണ്ടായിരുന്ന ആനകളുടെ നെറ്റിപ്പട്ടവും തുരുശേഷിപ്പും ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് പഴയകാല പ്രതാപത്തെ വിളിച്ചോതുന്നു. കരുവന്തിരുത്തിയിലെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ രാഷ്ട്രീയ മതരംഗങ്ങളിൽ എക്കാലത്ത് നിറഞ്ഞു നിന്ന ചരിത്രമാണ് പുളിക്കത്തായത്ത് കുടുംബത്തിനുള്ളത്. 2008 ആഗസ്റ്റ് മാസത്തിൽ പരേതനായ ജനാബ് AP ബാഹ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ പരേതനായ ഓർക്കായിൽ ബാപ്പു എന്നവരുടെ വീട്ടിൽ വെച്ച് പുതിയ 15 പേരുടെ കുടുംബത്തിൽ വെച്ച് കൂടിയ 15 പേരുടെ യോഗത്തിൽ വെച്ചാണ് പുളിക്കത്തായത്ത് കുടുംബസമിതി രൂപീകരണം എന്ന ആശയം ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ കരുവന്തിത്തിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ചെറിയ പുളിക്കത്തായത്ത് വീട്ടിൽ ഒരു സായാഹ്നത്തിൽ ഒത്തുകൂടിയതും ആവേശം കൂടിയിരുന്നു. പ്രസ്തുത ആശയത്തിന് പിന്നിൽ സമിതിയുടെ പ്രഥമ കുടുംബ സംഗമം 2009 ജനുവരി 26 പ്രകൃതി രമണീയമായ ചാലിയാർ തീരത്തെ ചെറിയ പുളിക്കത്തായത്ത് കോമ്പൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ കേരള വിദ്യാഭ്യാസ മന്ത്രി ജനാബ് അബ്ദുൾ റബ്ബ് എന്നിവർ പ്രസ്തുത സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും മുസ്ലിം സർവീസ് സൊസൈറ്റി ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PT മൊയ്തീൻകുട്ടി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്തു. സമിതി പ്രസിഡന്റ് ഡോക്ടർ AP കുഞ്ഞിക്കോയാമു എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയും കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷാംഗം KM ഇമ്പിച്ച് ബാവ ഹാജിയെയും സ്ത്രീ അംഗം KM വി ഫാത്തിമ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. കൂടാതെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്കുള്ള സമ്മാനം നൽകുകയും ഉണ്ടായി. ഉച്ചഭക്ഷണത്തിന് ശേഷം കുടുംബാംഗങ്ങൾ വിവിധ ഫാൻസി സ്പോർട്സ് മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. വാശിയോടെ നടന്ന കമ്പവലി മത്സരത്തിൽ പുരുഷന്മാരുടെ ഇനത്തിൽ ചെറിയ പുളിക്കത്തായത്ത് ടീമും സ്ത്രീകളുടെ ഇനത്തിൽ നൗഞ്ഞിൽ ടീമും ചാമ്പ്യന്മാരായി. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയ കലാപരിപാടികൾ രാത്രി 9 മണി വരെ തുടർന്നു. ശേഷം രാത്രി ഭക്ഷണവും കഴിച്ചാണ് കുടുംബാംഗങ്ങൾ പിരിഞ്ഞത്. സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ രക്തക്കുപ്പ് നിർണയത്തിന് കുടുംബങ്ങളിൽ ഏറെ പേർക്ക് രക്തദാനം ചെയ്യുവാൻ ഉപകാരപ്പെടുകയുണ്ടായി. പുളിക്കത്തായത്ത് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള പല വ്യക്തികൾക്കും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ രോഗചികിത്സക്കും വീട് നിർമ്മാണത്തിനും കടം വീട്ടുന്നതിനും സഹായിക്കാൻ കുടുംബസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. 2010 കുടുംബസമിതി അംഗങ്ങളുടെ വയനാട്ടിലേക്കുള്ള ഉല്ലാസയാത്രയിൽ സ്ത്രീകളടക്കം 50ഓളം പേർ പങ്കെടുത്ത് മടങ്ങിയത് വൈകാതെ വീണ്ടും ഒരു യാത്ര വേണമെന്ന തീരുമാനത്തോടെയായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജി, മറ്റ് വേദിയിലെയും സദസ്സിലെയും പുളിക്കത്തായത്ത് കുടുംബ കാരണവന്മാർ, കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ച് കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതും അതേപോലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താനും ഒക്കെ തന്നെ ഈ കൂടിച്ചേരൽ വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ് ഇന്ന്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ വളരെ ഉദാഹരണ സഹിതം അദ്ദേഹം ആ ബന്ധങ്ങൾ ശിഥിലമാകുന്നതും അതിനുള്ള കാര്യകാരണങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഈ സംഗമത്തിന് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. आपका ग्रुप चेयरमैन AP അബ്ദുൽ കരീം സാഹിബ്, കുടുംബസമിതിയുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി പ്രൊഫസർ ഇമ്പിച്ചി കോയ സാഹിബ്, സമിതിയുടെ രണ്ടാമത്തെ